ജീവിതത്തിൽ പലപ്പോഴും ചില ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് നമ്മളിൽ ഉളവാക്കുക. സർവീസിലിരിക്കുമ്പോൾ ഭാര്യ പ്രമോഷൻ കിട്ടി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ 1-1.5 വർഷവുമൊക്കെ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പെൻഷൻ പറ്റിയതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസവുമായി പോയപ്പോഴും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില യാത്രകൾ. കോഴിക്കോട്ട് ലോ കോളേജിൽ ചില പ്രോഗ്രാം ഉള്ളതുകൊണ്ട് 2 ദിവസത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് എൻ്റെ പ്രശ്നം. ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ വിഷമിക്കാറൊന്നുമില്ല. കാരണം എനിക്ക് ഇഷ്ടം പോലെ പണികളുണ്ട്. വീട്ടിലെ അല്ലറ ചില്ലറ പണികളിലേക്ക് നമ്മൾ മുഴുകി കഴിയുമ്പോൾ ഈ ഒറ്റപ്പെടൽ എവിടെയോ പോയി മറിയും. അങ്ങനെ നേരം വെളുത്തപ്പോൾ അത്യാവശ്യം ജീവജാലങ്ങൾക്കൊക്കെ ഫുഡ് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ ചില കൃത്രിമ പണികളിലേക്ക് ഞാൻ മാറുകയാണ്. ഒന്നൊന്നായി ഓരോരോ ചെടികളെ പരിപാലിക്കുകയും കുറെ കാലമായി നശിച്ചു കിടന്ന ഓരോ ചെടികളെ എടുത്തു മാറ്റി അവയെ നല്ലതിനെയൊക്കെ പുതിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ട് അങ്ങനെ ഓരോന്നിനെ പരിപാലിച്ച് സമയം കളയുകയാണ്. സമയം കളയാനില്ല, കാരണം എല്ലാവർക്കും 24 മണിക്കൂറാണ് ഉള്ളത്. പക്ഷേ എനിക്ക് 24 മണിക്കൂർ പോരാ എന്നൊരു അഭിപ്രായം കൂടെയുണ്ട്. പക്ഷേ ശാസ്ത്രം പറയുന്നു, ഭൂമിയുടെ ദൈർഘ്യം അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം കൂടുകയാണോ കുറയുകയാണോ, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ 24 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 25 ആവാം, ചിലപ്പോൾ 23 ആവാം. അത്തരത്തിലേക്കുള്ള കാഴ്ചപ്പാടിലാണ് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നടന്നു നീങ്ങുമ്പോൾ സമയം തികയുകയേയില്ല. അതിനാൽ ബോറടിയുമില്ല. താറാവുകൾക്കൊക്കെ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു, കിളികൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തു, കൂടൊക്കെ ക്ലിയറാക്കി. പക്ഷേ താറാവുകൾക്ക് ഗോതമ്പ് ചോളത്തവിടും അതുപോലെ അരിയും ഗോതമ്പ് കുതിർത്തിയതുമൊക്കെ പോരാ എന്നുള്ളതാണ് പക്ഷം. അവർക്ക് അത്യാവശ്യം പുല്ലുകൾ വേണം. പക്ഷേ നമ്മുടെ കൂട്ടിൽ പുല്ലുകളുടെ നാമ്പ് പോലുമില്ല. അതിനാൽ ചീരച്ചേമ്പ് ഞാൻ യഥേഷ്ടം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 2 സൈഡുകളിലും ചീരച്ചേമ്പ് നട്ട് ആർത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തണ്ട് അടർത്തിയെടുത്ത് അതിനെ നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ താറാവുകൾക്ക് വലിയ ഇഷ്ടമാണ്. തന്നെയുമല്ല, അത് താറാവുകൾക്ക് വിര ഉണ്ടാവാതിരിക്കാൻ നല്ലതാണെന്ന് എവിടെയോ ഞാൻ വായിച്ചറിഞ്ഞിട്ടുമുണ്ട്. പുല്ലുകളിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ഇതാണ്. കാരണം ഇത് ഞങ്ങളും കറി വെച്ച് കഴിക്കാറുണ്ട്. ചീരച്ചേമ്പ് എന്ന് പറയുന്നത് സമൂലം തോരനാക്കി ഉപയോഗിക്കാൻ നല്ലതാണ്. അത്യാവശ്യം ഇത്തിരി കടുകും പച്ചമുളകും വളരെ കുറച്ച് ചേർത്ത് അല്പം ഉള്ളിയുമൊക്കെ ചേർത്ത് നന്നായി ഒരു തോരനാക്കി ഇത് അരിഞ്ഞെടുത്ത് തോരനാക്കി എടുത്താൽ നമുക്ക് നല്ല തോരനായിട്ട് ഉപയോഗിക്കാം, ഒരു കറിയുമാകും. താറാവുകൾക്കും ഞാൻ എൻ്റെ ചീരച്ചേമ്പ് തന്നെയാണ് ആഴ്ചയിൽ 2-3 ദിവസം കൊടുക്കുക. അങ്ങനെ സമയം കളയാൻ ഇന്ന് ചീരച്ചേമ്പൊക്കെ അരിഞ്ഞ് സ്പെഷ്യലായി താറാവുകൾക്ക് വിഭവങ്ങൾ ഒരുക്കുകയാണ് ഞാൻ. ഇത്രയും രസകരമായ കാര്യങ്ങൾ വേറെ എന്താണുള്ളത്? നമ്മുടെ ജീവജാലങ്ങൾ അവ നമ്മോട് വർത്തമാനം പറയുന്നതും നമ്മോട് സംവദിക്കുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവരോട് സ്നേഹത്തോടു കൂടി അരിഞ്ഞ് പറക്കിയെടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ആ കുറുകലും കൊഞ്ചലും വർത്തമാനങ്ങളുമൊക്കെ കേൾക്കാൻ ബഹുരസമാണല്ലോ. ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ സൗകര്യമുള്ളവരും സമയമുള്ളവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അല്ലാതെ എനിക്കിനി എന്താണ്, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ അവഗണിക്കപ്പെടുന്നു, മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യായികയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കരുത്. നമുക്ക് നമ്മുടേതായ പലതും ചെയ്യാനുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, ഇതെല്ലാം നമ്മുടേതാണെന്നേ നമ്മൾ അങ്ങനെ അങ്ങ് കണ്ടാൽ മതി. ഒരു മണൽത്തരിയിൽ നിങ്ങൾക്ക് ലോകം കാണാൻ പറ്റുമോ? അത്തരത്തിലേക്കുള്ളൊരു ഗഹനമായ ചിന്തയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. രസകരമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം നമ്മോട് സംവദിക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് അത് കേൾക്കാൻ സമയമില്ല, നമുക്കത് നോക്കാൻ സമയമില്ല, നമുക്കത് ആസ്വദിക്കാൻ സമയമില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത് ഞാൻ വലിയൊരു അമാനുഷികനാണ് എന്നുള്ളതല്ല. ബാല്യം മുതൽ എൻ്റെ ചുറ്റുവട്ടങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എൻ്റെ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹം ഒരു കർഷകനായിരുന്നു. വരമ്പത്തുകൂടി പോകുമ്പോൾ 2 കൈയും നെൽച്ചെടികളെ തഴുകി പോകുമായിരുന്നു. ആ നെൽച്ചെടികളിൽ കതിർക്കുലകളിലെ മണികളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു എന്ന് പിതാവ് പറയാറുണ്ട്. പിന്നീട് മുതിർന്നപ്പോൾ ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്.
വരമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന നെല്ലുകൾക്ക് കതിർക്കുലകളിൽ മണികളുടെ എണ്ണം കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെയാണ് മനുഷ്യ സഹജമായ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം ചെടികൾ നമ്മളോട് കാണിച്ചു തരുന്നത്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ ഈ ചെടികളോടും നമ്മൾ ഇത്തരത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ ചെടികളും നമുക്ക് പൂക്കളുള്ള ചെടികളാണെങ്കിൽ പൂക്കൾ തന്ന് സമ്മാനിക്കും, മറ്റുള്ളവയാണെങ്കിൽ ആർത്തുല്ലസിച്ച് തലയാട്ടി അവ നമ്മോ നടക്കുന്ന സൈഡിലേക്ക് ചാഞ്ഞു നിന്ന് നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കും. അത് നിങ്ങൾക്കറിയുമോ? ചെടികളെ സ്നേഹിച്ച് നോക്കുക. ചെടികളെ സ്നേഹിച്ച് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഒരു പക്ഷേ പൊതുസമൂഹത്തിലെ പല വെറുപ്പുകളെയും താനെ അവഗണിക്കപ്പെടും. പൊതുസമൂഹത്തിൽ നമുക്ക് പലതും ഈർഷ്യയായിട്ട് തോന്നാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഭാര്യ കഴിഞ്ഞ കാലത്ത് ഒരു റോസാ കമ്പ് നട്ടിരുന്നു. അത് എനിക്ക് തടസ്സമെന്ന സ്ഥലത്ത് നട്ടതുകൊണ്ട് പൂത്തുകുലച്ചപ്പോൾ ഞാൻ അവനെ പിഴുതെടുത്ത് മറ്റൊരു ഫ്രണ്ടിലെ ഗാർഡനിൽ കൊണ്ടുപോയി നട്ടിരുന്നു. പക്ഷേ എൻ്റെ സമയദോഷമെന്ന് പറയട്ടെ, അവിടെ ചോലയായതുകൊണ്ട് അവ പൂക്കാതെയായി. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ആ റോസ അവിടെ കൊണ്ടുപോയി നട്ടതിൽ എനിക്ക് പരിഭവമുണ്ട്. അതിലൊരു പൂവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് കേട്ട് മടുത്തു. എന്നാൽ ഇന്നിപ്പോൾ ഭാര്യ വീട്ടിലില്ല. എന്നാൽ ആ റോസ, പൂക്കാത്ത റോസ ഞാൻ നട്ടതിൻ്റെ 2 കമ്പ് അടർത്തിയെടുത്ത് ചട്ടികൾ, ഇഷ്ടം പോലെ ചെടികൾ വേസ്റ്റായി നിന്ന ചട്ടികൾ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു ചട്ടി എടുത്ത് ഞാൻ ഭാര്യ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ആ ഒരു റോസാ കമ്പിനെ പുതുതായി നട്ട് ആ റോസ നിന്ന ഇടത്തോ അല്ലെങ്കിൽ വെയിലുള്ള ഇടത്തങ്ങളിലോ മാറ്റിവെച്ച് സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് വഴുതനങ്ങ പോലത്തെ, വഴുതനങ്ങയല്ല, അമ്പഴങ്ങ യഥേഷ്ടം കാച്ചി കുലച്ച് കിടക്കുകയാണ്. മൂത്തിട്ട് വേണം അത് ശരിക്കും അച്ചാറാക്കിയിടാൻ. ചെറുപ്പത്തിലെ പറിച്ച് കൂമ്പായിട്ട് പറിച്ച് അച്ചാടിടുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ പഴുത്തിട്ട് അത് തിന്നാനും പ്രത്യേക സ്വാദാണ്. അങ്ങനെ ഞാൻ ആ റോസാക്കമ്പിനെ നടാനുള്ള പരിപാടിയാണ്. നമ്മൾ ചെടി നടുമ്പോൾ ചട്ടിയുടെ ഹോളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അടിയിൽ ഓടോ ഇഷ്ടിക കഷ്ണമോ കുറച്ച് അധികമിട്ട് അതിനുശേഷം വേണം നമ്മൾ റോസയ്ക്ക് പ്രത്യേകിച്ചും ചരൾ വേണം. ചരലുള്ള മണൽ കൂടുതൽ ഇടണം. കാരണം വെള്ളം ശരിക്കും വാർന്നു പോയില്ലെങ്കിൽ റോസ അടിവശം ചീഞ്ഞു പോകും. മറ്റു ചെടികൾക്ക്, ചേമ്പ് തരത്തിലുള്ള പച്ചപ്പുള്ള ചെടികൾക്ക് അത്രയും ചരളില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ റോസ പൂക്കളുള്ള എല്ലാ ചെടികൾക്കും ഇങ്ങനെ അടിയിൽ കല്ല്, ഇഷ്ടികയോ എന്തെങ്കിലും ഇട്ട് ചരലിട്ടതിന് ശേഷം വേണം ചെടി നടാൻ. അതുപോലെ ചെടി നടുമ്പോൾ ഒരു കാരണവശാലും ചട്ടി മുഴുവൻ മണ്ണിട്ട് നിറയ്ക്കരുത്. കാരണം 6-7 മാസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി അല്പം വളമൊക്കെ വിട്ട് ലേശം മണ്ണും തൂളി ഇടാനാണ്. അങ്ങനെ 2-3 കൊല്ലം ആകുമ്പോഴേക്ക് ചട്ടി നിറയും. പിന്നെ നമ്മൾ ചട്ടി മാറ്റി നടുകയാണ് ചെയ്യുക. ഈ കാണുന്ന ബക്കറ്റുകളിലെല്ലാം വ്യത്യസ്ത കാന്താരികൾ നിലനിന്നതാണ്. ശക്തമായ മഴയിൽ അവയെല്ലാം നന്നായി കാച്ചി കുലച്ച് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമാണ് 2 കൊല്ലക്കാലം ഉപയോഗിച്ചു. അതിനുശേഷം എല്ലാം പോയി. ഇനിയിപ്പം മഴയൊക്കെ മാറുകയാണല്ലോ, ചിങ്ങം പറന്നില്ലേ. ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ നട്ട് ഈ ബക്കറ്റുകളെല്ലാം പുനഃസ്ഥാപിക്കും. പുതിയവ നാമ്പെടുക്കും. കാന്താരികളും ചെടികളും എല്ലാം പുതിയതായി പുഷ്പിക്കും, കായ്ക്കും. അങ്ങനെ ഞാൻ അതെല്ലാം ആഘോഷിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ചെത്തി ഒരു കുഞ്ഞു പാത്രത്തിൽ നട്ടിരുന്നു, ചെടിച്ചട്ടിയിൽ നട്ടിരുന്നു. അവൻ ശരിക്കും ആർത്തു വന്നിട്ടുണ്ട്. എന്നാൽ അവനെ വലിയൊരു ചട്ടിയിലേക്ക് അവനെയും മാറ്റി സ്ഥാപിക്കാമെന്നിട്ട് അതിനെയും കൂട്ടി മാറ്റി സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ ഒരു ചെടിയെങ്കിലും നട്ട് സന്തോഷം പങ്കിടുകയാണെങ്കിൽ രസകരമായ കാഴ്ചയാണ്. നമ്മുടെ തൊടികൾ മുഴുവൻ മുറ്റം നിറയെ ചെടികളും പുഷ്പങ്ങളും കൊണ്ട് അലങ്കൃതമാകും. ഒരു പൂങ്കാവനമായി മാറ്റാനും കഴിയും. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊന്ന് ലൈക്ക് ചെയ്യണം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണം എന്ന് മാത്രം സ്നേഹത്തോടെ പറയുകയാണ്. ഇന്ന് ഒരുപാട് ചെടികൾ ഒന്നും നടുന്നില്ല. 3 എണ്ണം പുനഃസ്ഥാപിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ മറ്റു കാര്യങ്ങളൊക്കെയായി ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.